ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തത് ഈ ഒരു വീഡിയോയുടെ കളർ ഗ്രേഡിങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ്. സോ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോയുടെ ട്രാൻസിഷൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും മസ്റ്റായിട്ട് ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കളർ ഗ്രേഡിങ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു പ്രൊജക്റ്റിലാണ് കളർ ഗ്രേഡിങ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഫിൽറ്ററിൽ പോയിട്ട് 4K എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ പ്രോ ഫീച്ചർ ഇല്ലെങ്കിൽ 4K ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിൽറ്റർ ആയാലും ആഡ് ചെയ്താൽ മതി. ഓക്കെ, ആഡ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കൊടുക്കുക, സെറ്റ് ചെയ്യുക. ശേഷം നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിൽ വരാം. ഇപ്പം നിങ്ങളുടെ വീഡിയോസിൽ ബ്രൈറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കുക. ഞാൻ അത്യാവശ്യം ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കുകയാണ്. കോൺട്രാസ്റ്റും ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ശേഷം സാറ്റുറേഷനും അത്യാവശ്യം നല്ല രീതിയിൽ കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് HSL ആണ്. HSL വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ കൂട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കാറിൻ്റെ കളറൊക്കെ ഡള്ളാവാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ നമുക്കൊന്ന് കൊടുക്കി കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം ഡള്ളാണ്. ഞാൻ അതൊരു പിങ്കിൽക്കാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കാറിൻ്റെ കളറുമ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ ഒരു HSLൻ്റെ ആ ഒരു പിങ്കിൻ്റെ അവിടേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം പിങ്ക് രീതിയിലായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്രാഫാണ്. സോ ഗ്രാഫിൽ നമുക്ക് മേലത്തെ ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഹൈലൈറ്റ് കൂടും. സോ നമ്മുടെ വീഡിയോസിൽ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങൾ അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അടിയിൽ ഷാഡോ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ആ ഒരു കളറിൻ്റെ കാര്യത്തിലും. സോ ആ ഒരു റെഡും ഗ്രീനും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ വീഡിയോസിൽ ബോറാവാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ആയിട്ട് ഹൈലൈറ്റ് ഷാഡോ ആ ഒരു ബ്ലാക്കും ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ വീഡിയോസിനനുസരിച്ച് കൂട്ടിയും കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ടിലേക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ ക്വാളിറ്റി കാണും. സോ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു റെഡ്യൂസ് ഇമേജ് നോയ്സ് എന്നുള്ളതും ഒപ്റ്റിക്കൽ ഫ്ലോയും ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോസിന് അത്യാവശ്യം നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഓവർലേ ആണ് ആഡ് ചെയ്യേണ്ടത്. സോ ആഡ് ഓവർലേ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ലൈറ്റിംഗ് ഉള്ള ഓവർലേ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ സൂം ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ആ ഒരു സ്പ്ലൈസിൽ പോയിട്ട് നമുക്ക് സ്ക്രീൻ കൊടുക്കാം. ഓക്കെ, സ്ക്രീൻ കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം വൈറ്റ് ആയതുകൊണ്ട് ആ ഒരു വൈറ്റിൽ തന്നെ കിടക്കും. ഓക്കെ, നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിൽ മാത്രമേ ആ ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടുള്ളൂ. സോ അത് നിങ്ങളുടെ ആ ഒരു ഒപ്പോസിറ്റി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ സെറ്റ് ആവും. ദെൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഒരു ലൈറ്റിങ് വേണ്ടത് അവിടം വെച്ച് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഇവിടം വെച്ച് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഓവർലി ജസ്റ്റ് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റത്തെ കട്ട്സിൽ മാത്രമേ അവിടെ നിന്ന് ലൈറ്റിംഗ് ഉള്ളൂ. സോ അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ച് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഈ ഒരു ലൈറ്റിംഗ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ക്ലിപ്സിന് ആ ഒരു ലൈറ്റിംഗ് ബോറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്ലൈസിൽ ചെന്നിട്ട് ആ ഒരു ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആവും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കട്ട്സിൽ ഈ ഒരു ഭാഗത്ത് ആ ഒരു ടയർ പോകുമ്പോൾ ഒരു സൗണ്ട് എഫക്റ്റ് വേണം. സോ സൗണ്ട് എഫക്റ്റ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. സോ എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ ആ ഒരു ടയർ പോകുന്നിടത്ത് ഒരു സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യാണ്. സോ ഈ ഒരു സൗണ്ട് എഫക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു സൗണ്ട് എഫക്റ്റും ഇതിൽ കൂടുതൽ സൗണ്ട് എഫക്റ്റും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് തന്നെ വാച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു SFX കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ വിങ്ക് എന്ന് പറഞ്ഞ ആപ്പിലിട്ടോ അല്ലെങ്കിൽ വിമേറ്റ് എന്ന് പറഞ്ഞ ആപ്പിലിട്ടോ ജസ്റ്റ് ഒന്ന് എൻഹാൻസ് എടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ക്വാളിറ്റി കിട്ടും. സോ പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നിങ്ങളുടെ വീഡിയോസിലൊരു ഗ്രേഡിയൻറ്റ് വേണമെന്ന് വെക്കുക. സോ അടിയിൽ ഒരു ബ്ലാക്ക് ഗ്രേഡിയൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓവർലേ പോയിട്ട് ഈ ഒരു ബ്ലാക്ക് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ മാസ്കിൽ പോയിട്ട് ഹൊറിസോണ്ടൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അടിയിലേക്ക് കൊടുക്കുക. ഓക്കെ,
ദെൻ ആ ഒരു ഏരോ മാർക്ക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രേഡിയൻറ്റ് കിട്ടും. സോ ഇത് നിങ്ങളുടെ വീഡിയോസിൽ ബോറുണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ട. സോ ചില കട്ട്സിലൊക്കെ യൂസ് ചെയ്യണേ നല്ലതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.